വിനീതമായ നമസ്കാരം. മ്യൂസിക് ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പാട്ടോടാം. ആദ്യമേ ഓരോ കാര്യത്തിനും ഒരു നിയോഗമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തൈക്കാട്ടപ്പന്റെ സന്നിധിയിൽ വരാൻ ക്ഷണം ലഭിച്ചത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. വിശേഷിച്ചും ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യം, ഈ ക്ഷേത്രത്തിന്റെ മഹത്വം ഒക്കെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അടുത്ത കാലത്താണ്. ഇത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് തന്നെ ഐതിഹ്യങ്ങൾ ഏറെയുണ്ട്. അപ്പൊ എങ്ങനെയാണ് വെണ്ണല എന്ന പേര് വന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവായിരുന്നു. വെണ്ണ മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും ഇഷ്ടഭോജ്യമായ വെണ്ണ ഇലയിൽ നൽകി ആ വെണ്ണ ഇല വെണ്ണലയായി മാറിയ ഒരു ചരിത്രം, ഐതിഹ്യം, പുരാണം, അത് ഏത് വേണോ വിശ്വാസികൾക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം, അതിന് ആഖ്യാനം നൽകാം. എന്റെ ഭാര്യയിൽ ഞാൻ ഈശ്വരനെ കാണുന്നു, എന്റെ കുട്ടികളിൽ ഞാൻ ഈശ്വരനെ കാണും. അപ്പൊ ഈശ്വരനെ എല്ലായിടത്തും കാണും, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ എന്താണ് ക്ഷേത്രങ്ങളുടെ പ്രസക്തി? അതിപ്പോ ഈ അന്തരീക്ഷത്തിലൊക്കെ തന്നെ ദാസന്റെയും മുഹമ്മദ് റഫീ സാഹിബിന്റെയും കിഷോർ കുമാറിന്റെയും പാട്ടുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വേവ്സ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് കേൾക്കണമെങ്കിൽ ഒരു റേഡിയോ വേണം എന്ന് പറയുന്ന പോലെയാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ അന്തരീക്ഷത്തിൽ മുഴുവൻ ഈശ്വരനുണ്ടെങ്കിൽ പോലും ക്ഷേത്രത്തില് അവിടെ എല്ലാം അർപ്പിച്ച്, എല്ലാം മറന്ന് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തി, ഒരു സുഖം, സമാധാനം, അത് ചിലപ്പോ സ്വന്തം പൂജാമുറിയിൽ കിട്ടിയെന്നിരിക്കില്ല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം പൂജാമുറിയിൽ ഇരുന്ന് ഭജിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ക്ഷേത്രത്തിൽ വരണമെന്നുള്ളത് മസ്റ്റല്ല. പക്ഷെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതൊരു സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നു. നമ്മളൊരു കൂട്ടായിട്ടാണ് അവിടെ ഭക്തിയോടെ വരുമ്പോൾ, എല്ലാം അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളോടെ നമ്മൾ അനുഭാവത്തോടെ നോക്കിക്കാണും. അതൊക്കെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. ആ പരസ്പരമുള്ള ആ ചിന്തകൾ, അതാണ് തീർച്ചയായിട്ടും നമ്മൾ നയിക്കും. അപ്പൊ പാശുപതാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ടാണ്. ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചു, പാശുപതാസ്ത്രം അതിന്റെ ആ ഒരു സിദ്ധി കയ്യിൽ കൊടുത്താൽ, ആയുധം കയ്യിൽ കൊടുത്താൽ അത് എങ്ങനെ ഉപയോഗിക്കും എന്ന് എനിക്ക് ആദ്യം അറിയണം. മഹാദേവൻ ഭഗവാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പോ അത് പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്ത് അർജുനൻ ഇരിക്കുമ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയാണ് കിരാതന്റെ വേഷത്തിൽ, കാട്ടാളന്റെ വേഷത്തിൽ വരികയാണ്. എന്തിനാണ്? പരീക്ഷിക്കാൻ അർജുനൻ എങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കുക. ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യം അതല്ലേ. ന്യൂക്ലിയർ വെപ്പൺ ഇറാനും അമേരിക്കയും തമ്മിൽ ഇന്ന് യുദ്ധം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ന്യൂക്ലിയർ വെപ്പണിന്റെ കാര്യത്തിന് വേണ്ടി. എത്ര ഉണ്ട്, എന്ന് ഉപയോഗിക്കും, സ്റ്റോക്ക് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറയുന്നു. അതൊക്കെ എത്ര വർഷം മുമ്പ് ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ആ പാശുപതാസ്ത്രം എന്ന് പറയുന്ന ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് നമുക്ക് ഉപമിക്കാം. എന്തായാലും ഭഗവാൻ അർജുനെ പരീക്ഷിച്ചു. ഭഗവാനാണെന്ന് അറിയാതെ കിരാതൻ കാട്ടാളന്റെ രൂപത്തിൽ വന്നാണ് ആ ഭഗവാനുമായി അർജുനൻ ആളറിയാതെ യുദ്ധം ചെയ്ത് തന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വെച്ച് കീഴടങ്ങാണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ നടന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനമുണ്ട്. അതെന്തായിരുന്നാലും പ്രദേശം ഏതായിരുന്നാലും ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെ വരുന്നത്, ഇതേപോലുള്ള കാര്യങ്ങൾ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സ്ഥലമില്ല. സ്ഥലം ഒരു ബാരിയർ അല്ല, അതിർവരമ്പില്ല. അത് വടക്കേന്ത്യയിൽ നടന്നാലും ഇവിടെ നടന്നിരുന്നാലും അത് അന്നത്തെ കാലത്ത് നടന്ന ഈശ്വരന്മാരുടെ കഥ എന്ന് പറയുന്നതിന് അതിന് സ്ഥലത്തിന്റെ പരിമിതിയില്ല. ഏത് പ്രദേശത്ത് നടന്നതുമാകും. അതാണ്. അപ്പൊ ഇവിടെ പാട്ടിന്റെ ഏകദേശം റെഡിയാണെന്ന് പറയുന്നത്. ഈശ്വര ഇതു സംസാര വിമോചനമാർഗം ഈശ്വര ചിന്തയും മനുജനും ശാശ്വതമേ.
ആയിരം നൂറിനു മോഹം നൂറിനെ ആയിരം ആക്കാൻ മോഹം ആയിരമോ പതിനായിരമാകണം ആശയ്ക്കുലകിൽ അളവുണ്ടാവോ ഈശ്വര ചിന്തയിലും മനോജനും ശാശ്വതമേ ഈ കേട്ടപ്പിന്റെ അനുഗ്രഹമാണ് ഇവിടെ വന്ന് പാടണമെന്നുള്ളത്. ഞാൻ ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഇവരെ കണ്ടു. ഇപ്പൊ കലാകാരന്മാരെന്ന് പറയുന്ന എന്റെയും ദൗർബല്യമാണ് സംഗീതം. ഞാൻ ഇവരോട് ഈ കലാകാരന്മാരോട് വലിയ ബഹുമാനത്തോടെ എല്ലാ കാലത്തും സംഗീതം വലിയ ഒരു 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 എന്താ പറയുക തപസ്യ പോലെയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ അല്ല എന്നെ കണ്ടോടെ പറഞ്ഞു, അല്ല ചേട്ടന്റെ പ്രസംഗം നടക്കട്ടെ. ഞാൻ പ്രസംഗമല്ല, എനിക്ക് പാട്ട് പാടണം എന്ന് ചോദിച്ചു. വളരെ സ്നേഹത്തോടെ ഒരു റിഹേഴ്സലൊന്നും ഇല്ലാതെ ഇവിടെ പാടാൻ കഴിഞ്ഞത് അതൊക്കെ ഈശ്വരാനുഗ്രഹമാണ്. ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എല്ലാം അനുഗ്രഹമാണ്. നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് ദൈവികം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കല ദൈവികം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിനിമയിലെ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ആ ഡയലോഗ് കറക്റ്റായിട്ട് പഠിച്ച് പറയാൻ കഴിയണം. സ്ഥലത്തെ പ്രധാന പേജസിലേക്ക് 35-40 പേജുള്ള ഡയലോഗ്സ് എനിക്ക് കാണാതെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വയലാവാസുദേവൻ പിള്ള സാറിന്റെയും ജയശങ്കർ പിള്ള സാറിന്റെയും ഒക്കെ അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ ശിക്ഷണത്തിന്റെ ഫലം കൊണ്ടാണ്. അപ്പോൾ അതിലെ ഡയലോഗുകളൊക്കെ എന്റെ മനസ്സിൽ ഇന്ന് മനഃപ്പാടമാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ ഭഗവാന്റെ അന്തരീക്ഷത്തിൽ വെച്ച് ഒരു ചെറിയ ആ ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുക. ഒരു ചുമ്മാ ഒരു മ്യൂസിക് എന്തെങ്കിലും. അതായത് വേറൊന്നുമില്ല, ഞാൻ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഞാൻ മന്ത്രിയോട് പ്രതിപക്ഷ നേതാവിനോട് കയർക്കുകയാണ്. ആഭ്യന്തര മന്ത്രി ഞാൻ അഭിനയിക്കുന്നത് നരേന്ദ്രപ്രസാദ് സാറാണ്, എന്റെ ഗുരുനാഥനാണ്. ഗുരുനാഥനോട് ശിഷ്യൻ വളരെ കയർത്ത് സംസാരിക്കുന്ന ഒരു സീൻ വളരെ മനോഹരമായി സംസാരിച്ചു എന്ന് മിസ്റ്റർ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടാവും. വളനിക്കറും സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ മൈക്കിന്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കേട്ടു നിന്നിട്ടുണ്ട് നിങ്ങളുടെ വെർബൽ ഡയറിയ, വാക്കുകളുടെ അജീർണം. അന്നത് കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് കേൾക്കുമ്പോൾ I am in the least bit unsounded. I feel like vomiting. I feel like vomiting on your face. You are a third-rate criminal in the cover of a politician, Mr. Nambiar. ഇതൊക്കെ പറയാൻ കഴിയുന്നത് എന്റെ കഴിവല്ല, എന്റെ ഗുരുനാഥന്മാർ എന്നിൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹമാണ്, ഈശ്വരാനുഗ്രഹമാണ്. നിങ്ങൾ തന്നിട്ടുള്ള പ്രോത്സാഹനമാണ്, നിങ്ങൾ തന്നിട്ടുള്ള അംഗീകാരമാണ്. അതുകൊണ്ടാണ് എച്ചൂസ് മീൽ തുടങ്ങിയ ഞാൻ ഇന്നിപ്പോ മാർക്കോയിലെ ടോണി ഐസക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോത്സാഹനമാണ്, നിങ്ങളുടെ അംഗീകാരം. അപ്പോ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇത്തരം ചടങ്ങുകളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് നേരിട്ടുള്ള ഒരു നന്ദി പ്രകടനം നടത്താനാണ്. ജഗദീഷിനെ ജഗദീഷാക്കിയ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഏറ്റവും നല്ല പരിച്ഛേദമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇവിടെ വെണ്ണലയിലുള്ള ഈ പരിച്ഛേദം, ഈ സദസ്സിന്റെ മുന്നിൽ നിങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് ഈ നന്ദി എന്ന് പറയുമ്പോൾ ഓരോ ചിത്രം ഞാനുള്ള ചിത്രങ്ങൾ ഇതേപോലെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം എന്നിൽ വന്ന് ചേരുകയാണ്. നല്ല രീതിയിൽ തന്നെ അഭിനയിക്കണം. ഇനിയും ഒരു ഡെഡിക്കേഷൻ, ആത്മാർപ്പണത്തോടെ അഭിനയ രംഗത്ത് തുടരണം എന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ പിന്തുണ. വളരെ സന്തോഷമുണ്ട്. ഇവിടെ സിനിമാ സംവിധായകൻ യു ഹരീഷ്, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഈ അന്തരീക്ഷം ഒരുക്കി തന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, കുമാർജിക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോ ഇനി ഇന്നത്തെ കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഗംഭീരമായ രീതിയിൽ ഇന്നത്തെ കലാപരിപാടികളെല്ലാം വിജയിക്കട്ടെ. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നിലയിൽ ചെറിയ സ്വാർത്ഥതയുണ്ട്, നന്നായിട്ട് വിജയിപ്പിച്ചേക്കണം. താങ്ക് യു. താങ്ക് യു.